പി സന്തോഷ് കുമാർ എം പി കൂടി ചേരുകയാണ്. സന്തോഷ് കുമാർ, ഈ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുള്ള വിവരം, അതുമായി ബന്ധപ്പെട്ട ഒരു വിഷയം, ഒപ്പം തന്നെ ബീഹാറിലെ ഈ ദ്രുതഗതിയിലുള്ള വോട്ടർ പട്ടിക പരിഷ്കരണം, ഈ രണ്ട് വിഷയങ്ങളും ഉന്നയിച്ചാണല്ലോ സഖ്യം അതുപോലെ തന്നെ ഇന്ത്യ സഖ്യം ഇന്ന് പ്രതിഷേധ മാർച്ച് നടത്തിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഉയർത്തുന്ന ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? രണ്ട്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ കാര്യത്തിൽ സ്വീകരിക്കുന്ന വളരെ നിസ്സംഗമായ ഉത്തരവാദിത്തരഹിതമായ ഒരു സമീപനം കൂടി വിശദമാക്കാമോ? സമഗ്രമായ ഒരു ഇലക്ഷൻ പരിഷ്കരണം, ഇലക്ട്രൽ റിഫോംസ് എന്നുള്ളത് ഇടതു പാർട്ടികളുടെ എല്ലാം ദീർഘകാലത്തെ ആവശ്യമാണ്. അതിന് ധാരാളം കാരണങ്ങളുണ്ട്. ഞാനിപ്പോൾ ആ ഭാഗത്തേക്ക് വരുന്നില്ല. അതൊക്കെ ഉന്നയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതീവ ഗുരുതരമായ ചില പുതിയ പ്രശ്നങ്ങൾ നിലവിലുള്ള സംവിധാനത്തിനകത്ത് തന്നെ ഉയർന്നു വരുന്നത്. 2023 സുപ്രീം കോടതി വിധിയെ മറികടക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ബില്ല് കൊണ്ടുവന്നു, അത് പാസ്സാക്കിയെടുത്തു. അങ്ങനെ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ഒരു സംഭവമായി ഒരു ചെറു ക്യാബിനറ്റായി മാറുന്ന സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്ന ഭയാനകമായിരിക്കുന്ന ചില സ്ഥിതിവിശേഷങ്ങളുണ്ട്. അതിലൊന്ന് ഈ SIR ആണ്. ഇലക്ഷൻ കമ്മീഷൻ ഒരു അധികാരവും ഇല്ലാത്ത ഒരു കാര്യം അവർ ചെയ്യുന്നു. 10-60 ലക്ഷം വോട്ടർമാർ ഇപ്പൊ പുറത്താണ്. അതേസമയം ധാരാളം പേരെ അവർക്ക് ഉൾപ്പെടുത്താനും പറ്റി, താല്പര്യമുള്ളവരെ. ഇപ്പൊ ഇത് ഒരു രാഷ്ട്രീയ പാർട്ടിയെയും ചർച്ച ചെയ്തില്ല, എവിടെയും ചർച്ച ചെയ്യാതെ തെരഞ്ഞെടുപ്പിന് കുറച്ച് മാസങ്ങൾ മാത്രം അവശേഷിക്കവെയാണ് ഈ പ്രക്രിയയായിട്ട് പോയത്. ഇതൊരു പൈലറ്റ് പ്രൊജക്റ്റാണ്. അപ്പൊ ഇതിലൊരു ആശങ്ക ഉന്നയിച്ചു. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ 10 കൊല്ലക്കാലത്തിനുള്ളിൽ ഇലക്ഷൻ കമ്മീഷന്റെ മുമ്പാകെ പ്രതിപക്ഷം പറഞ്ഞ ഒരൊറ്റ കാര്യം പോലും അവർ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇന്ത്യയിലെ ഇലക്ഷൻ വളരെ ഫെയർ ആണ്, ഫ്രീ ആണ്, ഒരു കുഴപ്പമില്ല എന്നുള്ള ഒരു ദുർവ്യാഖ്യാനം അവർ എപ്പോഴും കൊടുക്കുക. എത്രയോ അനുഭവ സമ്പത്തുള്ള പരിണിതപ്രജ്ഞരായ നേതാക്കന്മാർ പ്രതിപക്ഷത്തുണ്ടല്ലോ. അനുഭവ സമ്പത്തുള്ള പാർട്ടികൾ നമ്മുടെ രാജ്യത്തുണ്ട്. 100 വർഷം ഒക്കെ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ നമ്മുടെ രാജ്യത്തുണ്ട്. ഇവരുടെ എല്ലാം തന്നെ ആശങ്കകൾ അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം പോലും ഈ 10 കൊല്ലക്കാലത്തുള്ള അവർ കേട്ടിട്ടില്ല. എല്ലാത്തിനും എന്തെങ്കിലും തൊടു ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ഒഴിവാകുകയാണ് പതിവ്. ഇപ്പോ ഈ കർണാടകത്തിലെ ഓരോ അസംബ്ലി മണ്ഡലമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് പുറത്തു പോകുന്നത്. ഇങ്ങനെ എത്ര വരാനിരിക്കുന്നു? അതുകൊണ്ട് ഈ കാര്യത്തിനകത്ത് പാർലമെന്റിനകത്ത് ചർച്ച നടത്തണം എന്നതായിരുന്നു മിനിമം ആവശ്യം. പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ പറ്റില്ല, പിന്നെ എവിടെ ചർച്ച നടത്താൻ പറ്റും? BJPയും കുറച്ചതിന്റെ 2-3 സഖ്യകക്ഷി ഒഴികെ ബാക്കി എല്ലാ ആളുകളും ഈ ആവശ്യം ഉന്നയിച്ചു. ആ ചർച്ചയ്ക്ക് എന്തുകൊണ്ടാണ്? ഞങ്ങൾ പഹൽഗാമിന്റെ കാര്യത്തിനകത്ത് ഗവൺമെന്റ് നിർദ്ദേശം വന്നപ്പോൾ ആ ചർച്ച സമ്മതിച്ചവരാണ്. അപ്പൊ തികഞ്ഞ മര്യാദകളാണ് കാണിക്കുന്നത്. ഇന്ന് അതിശക്തമായ പ്രതിഷേധം നടന്നു. ആം ആദ്മി പാർട്ടി ഉൾപ്പെടെ തൽക്കാലം വിട്ടുനിൽക്കുന്നവരും കൂടെ ചേരുന്ന സ്ഥിതിയുണ്ടായി. ഗംഭീരമായ ആവേശകരമായ ഒരു സമരമായിരുന്നു അത്. അതിനെ തടഞ്ഞു, ഡിറ്റൻഷനിൽ നടത്തി. ഒക്കെ ആണെങ്കിലും വർദ്ധന വീര്യത്തോടുകൂടി ഇത് മുന്നോട്ട് പോകും. ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും വന്നിരിക്കേണ്ട ഒരു കാര്യമാണിത്. കാരണം ഇതിന്റെ അപകടത്തെക്കുറിച്ച് പലർക്കും അറിയില്ല. അതുകൊണ്ട് നമ്മുടെ സംവിധാനത്തെ തന്നെ ഡിസ്റ്റബിലൈസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രക്രിയയാണ് ഇലക്ഷൻ കമ്മീഷൻ ആരംഭിച്ചിരിക്കുന്നത്. നമ്മൾ ഒരു കാര്യം കൂടെ പറഞ്ഞാൽ നിർത്താം, എല്ലാം മുക്ത് ഭാരതാക്കുക എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട. കോൺഗ്രസ് മുക്തം നേരത്തെ പറഞ്ഞു, മാവോയിസ്റ്റ്, ഇടതുപക്ഷ, എല്ലാ NGO മുക്ത, എല്ലാ അർത്ഥത്തിലും ഇന്ത്യയുടെ പാരമ്പര്യത്തെയും നന്മകളെയും മുക്തമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംഘടിത ശ്രമമാണ്. അതിനെ നമ്മൾ ചെറുതായിട്ട് കണ്ടുകൂടാ. കേരളത്തിലൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ പരസ്പരം ഇലക്ഷൻ കാലത്ത് ഉന്നയിക്കുമ്പോൾ ചില ആരോപണങ്ങൾ ആ നിലയിലേക്ക് നമ്മൾ ഒരിക്കലും ചെറുതായി കണ്ടുകൂടാ. അതീവ ഗുരുതരമായ ഒരു സാഹചര്യമാണ്. അതിന് കൈയോടെ ഇലക്ഷൻ കമ്മീഷൻ പിടിക്കപ്പെട്ടു. അതാണ്, അവർക്ക് ഒന്നും പറയാനില്ല ഇത്രയും ദിവസമായിട്ടും. അതുകൊണ്ട് ഈ പ്രക്ഷോഭം അധികം ശക്തമായിട്ട് തുടരും. നാളെയും രാവിലെ ഇന്ത്യ ബ്ലോക്ക് പാർട്ടികളുടെ മീറ്റിംഗ് ഉണ്ട്. ഭാവി കാര്യങ്ങൾ അപ്പോൾ ആലോചിക്കും. നന്ദി സന്തോഷ് കുമാർ പ്രതികരിച്ചതിന്.